നമസ്കാരം. 24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇന്ന് മെയ് 11 തിങ്കളാഴ്ച, മേടം 28. കൃഷ്ണ, നമ്മൾ കാത്തിരിപ്പിങ്ങനെ നീളുകയാണ്. CM ആരാകുമെന്ന സസ്പെൻസ് അങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ് ഹൈക്കമാൻഡ്. ഫലം വന്നു കഴിഞ്ഞ 7ാമത്തെ ദിവസമാണ്. ഇതുവരെ നമുക്ക് മുഖ്യമന്ത്രിയായിട്ടില്ല, മന്ത്രിസഭയായിട്ടില്ല, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായിട്ട്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്തായാലും പോളിറ്റ് ബ്യൂറോ കഴിയുമ്പോൾ ഇന്നുകൊണ്ട് പോളിറ്റ് ബ്യൂറോ യോഗം അവസാനിക്കുകയാണ്. അപ്പോൾ ഡൽഹിയിൽ ഇന്നൊരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ. പക്ഷേ യുദ്ധത്തിന്റെ കാര്യത്തിൽ അത്ര നല്ല പ്രതീക്ഷ നൽകുന്ന വാർത്തകളല്ല വരുന്നത്. എല്ലാ വാർത്തകളും നമ്മൾ വിശദമായി പരിശോധിക്കും. നമ്മൾ ആദ്യം പോകുന്നത് ആരായിരിക്കും CM എന്ന വാർത്തയിലേക്കാണ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം മൂലമാണ് ഈ താമസം എന്ന് പറയുന്നു. എന്തായാലും അത്രയും സൗന്ദര്യം വേണ്ട എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. അങ്ങനെ തന്നെയാണ് ഹൈക്കമാൻഡും പറഞ്ഞത്. എല്ലാം ഒന്ന് അടങ്ങട്ടെ, ഫ്ലക്സ് ഒക്കെ മാറ്റും, അത്ര സൗന്ദര്യം വേണ്ട എന്ന് പറഞ്ഞാണ് ഫ്ലക്സുകളൊക്കെ മാറ്റിപ്പിച്ചത്. ഇനി എപ്പോഴാണ് പ്രഖ്യാപനം എന്നാൽ കാത്തിരിപ്പാണ്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബംഗളൂരുവിൽ പോയതിനാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി നേരിട്ടുള്ള ചർച്ചകൾ ഉണ്ടായില്ല. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ തുടർന്നിരുന്ന രമേശ് ചെന്നിത്തലയും നാട്ടിലേക്ക് മടങ്ങി. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പാർട്ടി ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനമെടുക്കും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും ഞാൻ ആ തീരുമാനത്തെ അംഗീകരിക്കും. ഞാൻ എന്നും ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്. എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കും. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. വിവരങ്ങളുമായി വിനീത വിജയ് ഡൽഹിയിൽ നിന്നും, ഒപ്പം അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരും. ആദ്യം വിനീതയിലേക്ക്. ഗുഡ് മോർണിംഗ് വിനീത. കാത്തിരിപ്പ് അങ്ങനെ നീളുകയാണ്. ഇന്നലെയോ ഇന്നോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം വന്ന വിവരങ്ങൾ. പക്ഷേ ഇനിയും തുടർ ചർച്ചകളുടെ സാധ്യത മുന്നിൽ നിൽക്കുന്നു. മുതിർന്ന നേതാക്കൾ AK ആന്റണി ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തും ഹൈക്കമാൻഡ് എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വാർത്ത കൂടിയാണ്. എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ? മല്ലികാർജ്ജുൻ ഖർഗെ എത്തിയാൽ ഇനിയും ചർച്ചകൾ അങ്ങനെ നീളുമോ? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ ആൻഡ് ക്രിസ്റ്റീന. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ തമിഴ്നാട് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി രാഹുൽ ഗാന്ധി അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ മല്ലികാർജ്ജുൻ ഖർഗെ ഇപ്പോഴും ബാംഗ്ലൂരിൽ തന്നെ തുടരുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം കൂടി മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ നേരിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുക. പക്ഷെ അതേസമയം രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഒരുപക്ഷെ അദ്ദേഹം തന്നെ മറ്റ് ഘടകകക്ഷികളുമായും ഒപ്പം തന്നെ സോണിയാഗാന്ധിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തി ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ആ ഒരു പ്രഖ്യാപനം ഇനി അധികം നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം മല്ലികാർജ്ജുൻ ഖർഗെയുമായി ഒരു ആശയവിനിമയം നടത്തിയാൽ ഒരു റിലീസായോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായോ ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് എത്തുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരു സമവായത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പാക്കേജ് കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അത് KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 7 വർഷത്തിലധികമായി AICCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്നത പദവിയിൽ ഒരു 7 വർഷത്തിനപ്പുറം അതിൽ പദവിയിൽ തുടരാൻ പാടില്ല എന്നുള്ളതാണ് AICCയുടെ തന്നെ പ്രമേയമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ VD സതീഷിനെയും രമേശ് ചെന്നിത്തലയും കൂടി ഒരു പ്രത്യേക പാക്കേജ് നൽകിക്കൊണ്ട് ഒരുപക്ഷെ അതൊരു ഉന്നത മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ മറ്റ് ഉന്നത പദവികളോ ഒക്കെ നൽകുന്ന തരത്തിലേക്കുള്ള അവരെ ഒരു തൃപ്തരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി രമേശ് ചെന്നിത്തലയ്ക്കാണ് നറുക്ക് വീഴുന്നതെങ്കിൽ ആ മന്ത്രിസഭയിലേക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകിക്കൊണ്ട് സതീഷിന് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന നൽകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനോടകം തന്നെ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഇന്നലെ ഈ ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നിനിപ്പോൾ രാഹുൽ ഗാന്ധി മടങ്ങിയെത്തിയ സ്ഥിതിക്ക് തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി.
യാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൂടെ പോവുകയാണ്. അവിടെ അജ്മൽ ദിറാറുണ്ട്. അജ്മൽ, ഈ വിനീത ഡൽഹിയിൽ നിന്ന് പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ പാക്കേജ് ഈ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പാക്കേജ് നമ്മൾ ഒന്ന് ഊഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഈ പറയുന്നത് പോലെ കെ സി വേണുഗോപാലിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു നിർദ്ദേശവും, മറ്റൊന്ന് ഈ 5 വർഷത്തെ രണ്ടായി ഡിവൈഡ് ചെയ്ത് 2 ടേമായിട്ട് ഡിവൈഡ് ചെയ്ത് ആദ്യ ടേമിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും വി ഡി സതീശൻ ആഭ്യന്തരമോ ധനമോ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ, തിരികെ 2.5 വർഷം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പാക്കേജിനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ചർച്ചകളിങ്ങനെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ വിനീത പറയുന്നതനുസരിച്ചാണെങ്കിൽ അനൗപചാരികമായി അല്ലെങ്കിൽ ഔപചാരികമായ ചർച്ചകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് ഫോണിലോ മറ്റോ ഈ മുതിർന്ന നേതാക്കളെ ബന്ധപ്പെടലാണ്. രാഹുൽ ഗാന്ധിയും ഖർഗെയും കൂടെ ഒരുമിച്ചിരുന്ന ഒരു ചർച്ചയും അല്ലെങ്കിൽ ഈ നേതാക്കളുമായുള്ള ആശയവിനിമയമൊക്കെ പ്രഖ്യാപനം ഇനിയും നീണ്ടുപോകുമോ എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അജ്മൽ എന്തായാലും റെഡി ആയിട്ടുണ്ട്. അജ്മൽ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ചോദിച്ചിരുന്നത് കേട്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ടോട്ടൽ ടേമിനെ 2ആയി ഡിവൈഡ് ചെയ്ത് 2 പേർക്ക് 2 ടേമായി കൊടുത്തുകൊണ്ടൊക്കെയുള്ള ഒരു അനുനയ നീക്കത്തിലേക്ക്, അത്തരം ഒരു പാക്കേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ അതായത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിൽ നീണ്ട മണിക്കൂറുകൾ തുടർന്ന മാരത്തൺ ചർച്ചയിൽ ഒരു തീരുമാനവും എത്താനാകാതെ UDFന്റെ മുഖ്യമന്ത്രിയുടെ ചർച്ച വീണ്ടും 8ാം നാളിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ നേതാക്കളും അതോടൊപ്പം തന്നെ UDF പ്രവർത്തകരും കടുത്ത അമർഷത്തിൽ തുടരുകയാണ്. ഇത് പരിഹരിക്കുക എന്ന് പറയുന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഘടകകക്ഷികളെ, അതായത് ആദ്യഘട്ടം കേരളത്തിലത്തെ നിരീക്ഷകർ ഘടകകക്ഷികളെയും മുതിർന്ന നേതാക്കളെയും കണ്ട് ചർച്ച നടത്തി സംസാരിച്ച് അതിലൊരു അവരുടെ അഭിപ്രായം ആരാനെങ്കിലും ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ വീണ്ടും ഹൈക്കമാൻഡ് തന്നെ നേരിട്ടിടപെട്ട് ഘടകകക്ഷി നേതാക്കളെയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളായ VM സുധീരനും കെ മുരളീധരനും AK ആന്റണിയും അടക്കമുള്ള നേതാക്കളുമായി ഒരു വട്ടം കൂടി ചർച്ചകൾ നടത്താൻ ഒരുങ്ങുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം VD സതീശന് വേണ്ടി ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഒരു സമ്മർദ്ദ തന്ത്രം ഹൈക്കമാൻഡിന് മേൽ ചെലുത്തുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഈ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഉയർത്തുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് VD സതീശൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ പ്രതിപക്ഷ മുഖമായി നിന്നുകൊണ്ട് ഈ ടീം UDFനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു നേതാവാണ്. അദ്ദേഹത്തോട് മുഖ്യമന്ത്രി പദം കൊടുക്കാതെ മാറ്റി നിർത്തുന്നത് ഒരു സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്നത് ആദ്യഘട്ടം മുതൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതോടൊപ്പം MLA-മാരായ യോഗ്യരായവർ കേരളത്തിലുണ്ടാകവേ MP-മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ ഹൈക്കമാൻഡിന്റെ ഭാഗമായി KC വേണുഗോപാലിനെ വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ യുക്തി ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്നത് ആദ്യഘട്ടം മുതലേ ഈ ഘടകകക്ഷികൾ ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കൂടി UDF നേരിടുക എന്നതും സംസ്ഥാനത്ത് UDFനെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഘടകമാണ്. ഇങ്ങനെ നീണ്ട കാരണങ്ങൾ VD സതീശന് വേണ്ടി മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ നിരത്തുമ്പോൾ ഈ സമ്മർദ്ദ തന്ത്രത്തിൽ യഥാർത്ഥത്തിൽ UDFന്റെ ഈ ഘടകകക്ഷികളുടെ ഭാഗമായ ഈ സമ്മർദ്ദത്തിന്റെ പിന്നിൽ, ഒരു സംഘടിത സമ്മർദ്ദത്തിന്റെ പിന്നിൽ മുസ്ലിം ലീഗാണ് എന്ന ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഉള്ളത്. ഇതിൽ കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ അതൊരു പരസ്യ നിലപാടിലേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല. അവരെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഈ പറയുന്ന ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്ന അടുത്ത നീക്കം എന്ന് പറയുന്നത്. ഏതായാലും കേരളത്തിൽ ഇന്നലെ എത്തിയ ഈ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഒരു അനുനയ നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും രമേശ് ചെന്നിത്തലയോട് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധമാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും ഇന്നലെ ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഈ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും. അത് ഏത് തരത്തിലാണെങ്കിലും അതിനെ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ സ്വാഗതം ചെയ്യുകയും അനുസരിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ പറയുന്നത് പോലെ ഓരോ തങ്ങളുടെ സീനിയോറിറ്റിയുമായി രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം പാർട്ടിക്ക് വേണ്ടിയും പാർട്ടിയെ ഒരു സംഘടനാ സംവിധാനം എന്ന നിലയിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയും പാർട്ടി അധികാരത്തിലെത്തിക്കാൻ വേണ്ടി മഹോരാത്രം പണിയെടുത്തു എന്ന അവകാശവാദവുമായി VD സതീശനും, എന്നാൽ MLA-മാരുടെ പൂർണ്ണ പിന്തുണയും സംഘടനയ്ക്കുള്ളിലെ പൂർണ്ണ പിന്തുണയും തനിക്കാണ് എന്ന അവകാശവാദവുമായി KC വേണുഗോപാലും മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ ഉപരി ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിമാർക്കും അവരവരുടെ അവകാശവാദങ്ങളുമായി പല നേതാക്കന്മാരും അവരുടെ ഈ മന്ത്രിമാരാകാനുള്ള യോഗ്യതയുമായി മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇവർക്കൊക്കെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ച് കൂടുതൽ മികച്ച പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ ബാക്കി അവകാശവാദം ഉന്നയിച്ച് വന്ന ബാക്കി നേതാക്കന്മാരെ ഏറ്റവും മികച്ച രീതിയിൽ സെറ്റിൽ ചെയ്യുവാനുള്ള നീക്കമാണ്
ചർച്ചകളുമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി കോൺഗ്രസിൽ നടക്കുന്നത്. അതിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായം വളരെ പ്രധാനമാണ്. ബംഗളൂരുവിലുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ തിരിച്ച് ഡൽഹിയിലെത്തിയ ശേഷം ഈ ചർച്ചകൾ പുരോഗമിക്കും. ഇന്നോ അടുത്ത ദിവസങ്ങളിലോ തന്നെ, ഏറ്റവും അടുത്ത ദിവസങ്ങളിലോ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും UDF ക്യാമ്പിനുള്ളിലെ പ്രധാനപ്പെട്ട പ്രതീക്ഷ. ക്രിസ്റ്റീന, ഓക്കെ, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാലും കീറാമുട്ടി തീരുന്നില്ല. മറ്റ് ഘടകകക്ഷികൾക്കുള്ള വകുപ്പുകൾ വീതിച്ചു നൽകണം, മറ്റ് പോർട്ട്ഫോളിയോ, അതിനുവേണ്ടിയും സമാനമായ അവകാശവാദങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഓരോരുത്തർക്കും പാക്കേജ് പ്രഖ്യാപിച്ച് അവസാനം വോട്ട് ചെയ്ത വോട്ടേഴ്സിന് എന്ത് പാക്കേജ് കാണും എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും ജനകീയ പിന്തുണയാണോ അതോ MLA-മാരുടെ പിന്തുണയാണോ എന്ന് കൺഫ്യൂഷൻ ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഒരാളെ തിരഞ്ഞെടുത്താൽ മറ്റൊരാളെ അല്ല, രണ്ടുപേരെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സമാധാനിപ്പിക്കേണ്ടത്, അനുനയിപ്പിക്കേണ്ടത്. അതിനുള്ള ഫോർമുല എന്താകുമെന്നാണ് കാത്തിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയെന്ന വാർത്ത വരുന്നുണ്ട്. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാനാകാത്തതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ചൈന സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ശക്തമാണ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മധു. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്, ആ കരാറിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കാര്യങ്ങൾ അവസാന നിമിഷം തകിടം മറിയുകയാണോ? ഗോകുലിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഗുഡ് മോർണിംഗ് കൃഷ്ണ. ഗോകുൽ, പാകിസ്ഥാനായിരുന്നു ഇതിന് മധ്യസ്ഥത വഹിച്ചത്. ഈ ചർച്ചകൾക്കൊടുവിൽ ഇറാൻ നൽകിയ മറുപടിയാണ് ഇപ്പം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ടോട്ടലി അൺഅക്സെപ്റ്റബിൾ എന്നാണ്. അതുമാത്രമല്ല, ഇറാന്റെ മറുപടിയിൽ തനിക്ക് ഒട്ടും തൃപ്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇറാന്റെ പ്രധാന നിബന്ധനകൾ നമ്മളെല്ലാം നേരത്തെ ഊഹിച്ചതുപോലെ തന്നെ യുദ്ധ നഷ്ടപരിഹാരം. 10 ആഴ്ചയായി ഈ യുദ്ധം തുടരുകയാണ്. അതുമൂലം ഭീമമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിന് അമേരിക്ക നഷ്ടപരിഹാരം നൽകണം. രണ്ടാമത്തേത് ഹോർമൂസ് കടലെടുക്ക് തന്നെയാണ്. അതിന്റെ മുകളിലുള്ള പൂർണ്ണമായ പരമാധികാരം ഇറാന്റേതാണ്, അത് അംഗീകരിക്കണം. മൂന്നാമത്, ഇറാന് മേൽ ചുമത്തിയിരിക്കുന്ന എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും അമേരിക്ക അത് പിൻവലിക്കണം. അതുകൂടാതെ അമേരിക്ക അവരുടെ നേവൽ ബ്ലോക്കേഡ് ഹോർമൂസ് കടലെടുക്കിലെ അവസാനിപ്പിക്കണം. ഭാവിയിൽ ഇറാന് നേരെ ആക്രമണം ഉണ്ടാകില്ലെന്നുള്ള ഗ്യാരണ്ടി കൊടുക്കണം. എന്നാൽ ഇറാന്റെ ഈ ആവശ്യങ്ങളെല്ലാം കീഴടങ്ങൽ കരാറിന് തുല്യമാണെന്നും അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട്. ഈ ചർച്ചകൾ വഴിമുട്ടിയതോടെ ഹോർമൂസ് കടലെടുക്കിലെ കപ്പൽ ഗതാഗതം കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇത് ലോകമെമ്പാടുമുള്ള ഇന്ധനവില കുതിച്ചുയരുവാൻ കാരണമായിട്ടുണ്ട്. $3 കൂടി ഏതാണ്ട് $104 അത് തിരിച്ചെത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായ ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം, ഇതിനു മുമ്പ് 2017 തോന്നുന്നു അദ്ദേഹം അവസാനമായി സന്ദർശിച്ചത്. ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്ന സുപ്രധാനമായ ഒരു ചർച്ചയാണ്, ഉച്ചകോടിയാണ് അവിടെ നടക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇറാൻ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായി വലിയ സമ്മർദ്ദമാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുകളിലുള്ളത്. കൃഷ്ണ. ഗോകുൽ. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ചൊല്ലി വിവാദം. ചടങ്ങിൽ വന്ദേമാതരം ആദ്യം ആലപിച്ചതാണ് വിവാദത്തിന് കാരണം. തമിഴ് തായ്വാഴ്ത്തിനെ അവഹേളിച്ചെന്നാണ് DMK-യുടെ ആരോപണം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന CPI കത്ത് നൽകി. വന്ദേമാതരം ആദ്യം പാടിയത് ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് TVK-യുടെ വിശദീകരണം. For the national song Vande Mataram, followed by national anthem, followed by Tamil Thai Vaalthu. Vande Mataram Sujalam Sufalam Malayaj Sheetalam அத்திலக வாசனை போல் அனைத்துலகும் இன்பமுற எத்திசையும் புகழ் மணக்க இருந்த பெரும் തമിഴനങ്കേ. തുടക്കത്തിലെ കല്ലുകടിക്ക് കാരണമായത് ഇതാണ്. തമിഴ് തായ് വാഴ്ത്ത് എന്നത് തമിഴ് ജനതയുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാ പരിപാടികളിലും ആദ്യം പാടിയിരുന്നത് ഇതുതന്നെ. അതാണ് വിജയ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാറിയത്. വന്ദേമാതരത്തിനും ദേശഭക്തിഗാനത്തിനും ശേഷമാണ് തമിഴ് തായ് വാഴ്ത്ത് പാടിയത്. BJP സന്തോഷിപ്പിക്കാനാണ് വിജയ് ഇത് ചെയ്തതെന്ന് DMK ആരോപിച്ചു. തമിഴ്നാടിനെയും തമിഴ് ജനതയെയും TVK അവഹേളിച്ചുവെന്നും DMK കുറ്റപ്പെടുത്തി. ഇതാണോ വിജയ് കൊണ്ടുവരാൻ ശ്രമിച്ച മാറ്റമെന്നും DMK ചോദിച്ചു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയണമെന്നും തമിഴ് തായ് വാഴ്ത്തിന് പ്രഥമ പരിഗണന ലഭിക്കുന്നുവെന്ന് TVK ഉറപ്പാക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടിയിരുന്ന വേദിയിലായിരുന്നു വന്ദേമാതരം ആദ്യം പാടിയത്. തമിഴ്നാട് സർക്കാരിന്റെ പരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്ത് ആദ്യവും ദേശീയഗാനം അവസാനവും പാടുന്നതാണ് പിന്തുടരുന്ന രീതി. ഇതിന്റെ പേരിൽ മുൻ ഗവർണർ RN രവിയും MK സ്റ്റാലിനും തമ്മിൽ തർക്കങ്ങളും പതിവായിരുന്നു. വന്ദേമാതരം ആദ്യം പാടിയത് ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് TVK-യുടെ വിശദീകരണം.
കേന്ദ്ര സർക്കാർ സർക്കുലർ അനുസരിക്കണമെന്ന് ലോക് ഭവൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് മന്ത്രി ആദവ് അർജുന വ്യക്തമാക്കി. 24 ചെന്നൈ. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPIM പോളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്നുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായത്തിലാണ് പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB അനുമതി നൽകുമെന്നാണ് സൂചന. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. CPIM PB യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ, ഈ കേരളത്തിലെ പരാജയത്തിന്റെ കാരണം വിലയിരുത്തൽ, അതൊക്കെ ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ശേഷം ജനറൽ സെക്രട്ടറി വിശദീകരിക്കാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ഗൂഗിൾ അങ്ങനെ തന്നെയാണ് അറിയുന്നത്. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPIM പോളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായത്തിലാണ് ഈ പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. അത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB ഇന്ന് അനുമതി നൽകും എന്നുള്ള ചില സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. പക്ഷേ അതേസമയം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന CPIയുടെ ആവശ്യത്തോട് അനുഭാവപൂർവമായ നിലപാടല്ല CPIM നേതൃത്വത്തിനുള്ളത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എന്താകും എന്നുള്ളത് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ വിഷയം പരിഗണിക്കുമ്പോൾ ഇക്കാര്യവും ചർച്ചയ്ക്കായി വന്നേക്കുമെന്നാണ് ചില നേതാക്കളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചന. ഒപ്പം തന്നെ ഈ കേരളത്തിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിക്കുള്ള കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാന ഘടകം കഴിഞ്ഞ ദിവസം PBക്ക് മുന്നിൽ വച്ചിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അവലോകനം സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമാകും പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പരിഗണിക്കുക. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്നൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പ്രതിപക്ഷ ഉപസ്ഥാനം അല്ലെങ്കിൽ നേതാവിന്റെ ഉപനേതാവ് സ്ഥാനം ഇതുവരെ ഇല്ലാത്ത ഒരു കീഴടക്കമാണ്. പക്ഷെ CPI അതിനായി നന്നായി പ്രസ് ചെയ്യുന്നുണ്ട്. അതിനോട് എങ്ങനെയായിരിക്കും CPM പ്രതികരിക്കുന്നതെന്ന് കൂടി ഇന്ന് കണ്ടറിയണം. ഇനി അസമിലേക്ക് പോയാൽ അസമിൽ മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് നാളെ അധികാരമേൽക്കും. രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. ഖാനാപാരയിലെ വെറ്റിനറി ഫീൽഡിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം എതിരില്ലാതെയാണ് ഹിമന്തയെ നേതാവായി തിരഞ്ഞെടുത്തത്. അതേസമയം തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ കോൺഗ്രസ് ആഭ്യന്തര അവലോകനം ആരംഭിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ 24 ബ്രേക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതി നജീബിനെ റിമാൻഡ് ചെയ്തു. നജീബിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് നീക്കം. ഇതുവരെ അറസ്റ്റിലായ മറ്റു പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങും. നജീബിന്റെ പാസ്പോർട്ടും മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു നജീബിനെ അറസ്റ്റ് ചെയ്ത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് നജീബിനെ ഗസിയാബാദിൽ നിന്ന് പിടികൂടി കുന്നത്താട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ രാത്രി 10 മണിയോടുകൂടി നജീബിനെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നു. നജീബ് ഇപ്പോൾ റിമാൻഡിലാണുള്ളത്. ഈ കേസിൽ ഇതുവരെ 7 പേരാണ് അറസ്റ്റിലായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് നജീബ് തന്നെയാണെന്ന് പോലീസ് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. അതിപ്പോൾ 2 സാധ്യതകളാണ് അവിടെ നിലനിൽക്കുന്നത്. ഒന്ന്, ഒരു സംസ്ഥാന വ്യാപകമായുള്ള ഒരു അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഒരു തീരുമാനമുണ്ട്. അതല്ല എങ്കിൽ കുന്നത്തുനാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം. അങ്ങനെ 2 സാധ്യതകളാണ് ഉള്ളത്. അതിൽ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അതിന്റെ തീരുമാനം വരും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകും, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. നജീബ് രക്ഷപ്പെടാൻ ഒരു വലിയ ശ്രമം നടത്തിയെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതായത് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ നജീബ് സ്വന്തം ഫോണും അതോടൊപ്പം സിമ്മും നശിപ്പിച്ച ശേഷം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ മറ്റൊരു സ്ത്രീയുടെ മൊബൈൽ ഫോണും സിമ്മുമാണ് അയാൾ ഉപയോഗിച്ചിരുന്നത്. അവിടെ വെച്ച് അയാൾ പെരുമ്പാവൂർ സ്വദേശിയായ ഒരാളെ ഫോൺ വിളിച്ച് തനിക്ക് വേണ്ട സൗകര്യങ്ങൾ ഡൽഹിയിൽ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ നജീബിന്റെ സഹായിയായ അഫ്സലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ നജീബ് വിളിച്ച പെരുമ്പാവൂർ സ്വദേശി അഫ്സലിനെ ഇക്കാര്യം ചോദിക്കുന്നതിന് വേണ്ടി വിളിക്കുമ്പോൾ അഫ്സൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അഫ്സലിനെ വന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത പോലീസാണ്. അങ്ങനെ പോലീസിന് ഈ വിവരം ലഭിക്കുന്നു. ഡൽഹിയിലാണ് ഇയാളുള്ളത്. അങ്ങനെ ഡൽഹിയിലെത്തി ഇയാളെ പിടികൂടി. ഹോട്ടലിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഹോട്ടലിൽ വെച്ച് ഇയാളെ പിടികൂടിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വളരെ കൃത്യമായ ഇടപെടൽ കുന്നത്താട് പോലീസിന്റെ ഭാഗത്തുണ്ടായി. അതുകൊണ്ടാണ് നജീബിനെ പിടികൂടാൻ സാധിച്ചത്. അല്ലെങ്കിൽ നജീബ് കടന്നു കളഞ്ഞാൽ നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത് വഴി കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ബന്ധം, ഒപ്പം ഇയാൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നടത്തിയിട്ടുള്ള
വിദേശയാത്രകൾ, സാമ്പത്തിക ഇടപാടുകൾ, ഇത് ആരെല്ലാം ഇരയാക്കിയിട്ടുണ്ട്, ഇക്കാര്യങ്ങളിലൊക്കെയാണ് ഒരു വ്യക്തത വരാനുള്ളത്. MP-മാരുടെയും ജഡ്ജിമാരുടെയും ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വ്യാജ സാക്ഷ്യപത്രവും ഇയാൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാം എവിടെ നിന്ന് ലഭിച്ചുവെന്നും ഡോക്ടർമാർ ആരെങ്കിലുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. രാവിലെ ഒരല്പസമയം കഴിയുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന, വിവരങ്ങളുമായി ചേർന്നത് വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന്. വയനാട് കൽപ്പറ്റയിൽ വാരാന്ത്യം ആവേശമാക്കി കുട്ടികളുടെ സൈക്കിൾ ചാമ്പ്യൻഷിപ്പ്. വയനാട് ബൈക്കേഴ്സ് ക്ലബ് സംഘടിപ്പിച്ച വയനാട് ബൈസിക്കിൾ ചലഞ്ച് ജൂനിയർ 1ാം പതിപ്പിൽ നിരവധി കുട്ടികളാണ് വീറും വാശിയും സൈക്കിൾ ചവിട്ടി തെളിയിച്ചത്. ചിന്നപ്പോഴും ഹാൻഡിൽ ബാറിന് മുകളിൽ, ഓക്കെ, ദാ ഇങ്ങനെ, ഓക്കെ, ചിന്നപ്പോഴും ഹാൻഡിൽ ബാറിന് മുകളിൽ വേണം, ശ്രദ്ധിക്കണം. ചേട്ടാ, എനിക്ക് മത്സരത്തിന് സമയം, അപ്പം സൈക്കിളും ഹെൽമെറ്റും തരുമോ? ഹെൽമെറ്റും സൈക്കിളും വേണം, ഓക്കെ. തന്നു എന്നാ ഇത് പിടിട്ടോ, അടിപൊളിയാ ഓടിക്കണം കേട്ടോ. ഫസ്റ്റ് അടിച്ചിട്ടാ വരാൻ പാടുള്ളൂ കേട്ടോ. കൽപ്പറ്റയിലൊരു സൈക്കിൾ ചാമ്പ്യൻഷിപ്പ് നടക്കുക, കുട്ടികളുടെയാണ്. പിന്നെ മുതിർന്നവരാണല്ലോ നമ്മൾക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്. പക്ഷേ പിള്ളേർ പൊളിയാ. 6 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കായാണ് വയനാട് ബൈക്കേഴ്സ് ക്ലബ്ബ് കൽപ്പറ്റ SKMG സ്കൂൾ ഗ്രൗണ്ടിൽ ട്രാക്ക് ഒരുക്കിയത്. വയനാട്, കോഴിക്കോട്, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നായി 70ഓളം കുട്ടിത്താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ഇത് വയനാട് ബൈക്കേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വയനാട് ബൈസിക്കിൾ ചലഞ്ച് ജൂനിയർ എഡിഷൻ ഫസ്റ്റ് ഇതാണ്. നമ്മുടെ സീനിയർ കാറ്റഗറിയിൽ ഒരുപാട് മത്സരങ്ങൾ നടത്താറുണ്ട് വയനാട് ബൈസിക്കിൾ ചലഞ്ച്. അപ്പോൾ ആദ്യമായിട്ടാണ് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. 2 കാറ്റഗറിയാണ്. അത് 6 വയസ്സ് മുതൽ 8 വയസ്സ് വരെയും 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയും. അതിൽ ബോയ്സും ഗേൾസും. പ്രധാനമായും ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടിയുടെ അച്ചടക്കവും ആരോഗ്യവുമാണ് ഇതിന്റെ പ്രധാന തീം. രൂപയായിരുന്നു സമ്മാനത്തുക. ജൂനിയർ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വയനാട് സ്വദേശികളായ നൈനയും ആലയും 1ാം സ്ഥാനം കരസ്ഥമാക്കി. ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് സ്വദേശിയ അഷ്നവും ബംഗളൂരു സ്വദേശിയ ധ്യാൻദീപും വിജയികളായി. യുവതലമുറയിൽ സൈക്ലിംഗും കായിക സംസ്കാരവും വളർത്തുന്നതിനൊപ്പം ആരോഗ്യം, അച്ചടക്കം എന്നിവ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈക്കേഴ്സ് ക്ലബ്ബ് മത്സരം സംഘടിപ്പിച്ചത്. സൈക്കിളിൽ ചുറ്റുന്ന പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മന്റെ ശ്രദ്ധയ്ക്ക് കൽപ്പറ്റയിലെ കുറച്ച് പിള്ളേര് സൈക്കിളുമായി ഇന്നത്തെ ദിവസം തൂക്കിയിട്ടുണ്ട്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. അടിപൊളി മത്സരമായി, അടിപൊളി P2C ആയിരുന്നു. ശാരീരിക പരിമിതികളെ മറികടന്നുള്ള കോഴിക്കോട് പെരുവണ്ണാമൂഴി സ്വദേശി ഡോക്ടർ MA ജോൺസന്റെ കണ്ടുപിടുത്തം പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരമാവുകയാണ്. സോളാർ പാനലും ബാറ്ററിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അടുപ്പാണ് ജോൺസൺ വികസിപ്പിച്ചെടുത്തത്. പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരമായി പുതിയ ഇനം സോളാർ അടുപ്പാണ് ഡോക്ടർ MA ജോൺസൺ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. സോളാർ പാനലും ബാറ്ററിയും ഉപയോഗിച്ചാണ് പ്രവർത്തനം. പൂർണ്ണമായും പാചക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോളാർ അടുപ്പാണിത്. 1500 വാട്ട്സിന്റെ സോളാർ പാനലും 400 AH ബാറ്ററിയും ഉപയോഗിച്ച് 12 വോൾട്ടിന്റെ DC അടുപ്പാണ് പ്രവർത്തിക്കുന്നത്. 5 കൊല്ലത്തോളമായി ഞാൻ എൻ്റെ ഗവേഷണവും പ്രവർത്തനം നടത്തി. 2 കൊല്ലത്തോളമായി ഇത് ഞാൻ വിജയകരമായി പ്രവർത്തിപ്പിച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്ത് മൊത്തം മാറ്റിമറിക്കാൻ കഴിയുന്ന ടെക്നോളജിയാണ്. സൂര്യപ്രകാശം ഉപയോഗിച്ച് അതിലൂടെ പാചകം ചെയ്യാൻ ഉള്ള ഒരു ടെക്നോളജിയാണ്. ഇവിടെ സോളാർ ഉപയോഗിച്ച്, ബാറ്ററി ഉപയോഗിച്ച് രാത്രിയും പകലും ഒരേപോലെ പാചകം ചെയ്യാവുന്ന ടെക്നോളജിയാണ് ഞാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. രാത്രി സമയങ്ങളിൽ ഏകദേശം 2.5 മണിക്കൂറോളം പ്രവർത്തിപ്പിക്കാനുള്ള സ്റ്റോറേജ് ബാറ്ററിയിൽ ഉണ്ടാകും. പകൽ സമയമാണെങ്കിൽ ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കുന്ന മുറയ്ക്ക് സൂര്യപ്രകാശത്തിൽ ബാറ്ററി റീചാർജ് ആകും. മൺചട്ടി, അലൂമിനിയം തുടങ്ങി ഏതുതരം പാത്രങ്ങൾ ഉപയോഗിച്ചും പാചകം ചെയ്യാൻ കഴിയുന്ന അടുപ്പാണ്
താൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നതെന്നും ജോൺസൺ പറയുന്നു. ശരീരം 80% തളർന്നുവെങ്കിലും അതൊന്നും പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കാൻ തനിക്ക് തടസ്സമാകില്ല എന്നാണ് ജോൺസൺ പറയുന്നത്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നും വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. साथियों, हमने कोरोना के समय में वर्क फ्रॉम होम की, ऑनलाइन मीटिंग्स की, वीडियो कॉन्फ्रेंस की, ऐसी अनेक व्यवस्थाएं विकसित की और हमें आदत भी हो गई थी, क्योंकि दुनिया में पेट्रोल डीजल इतना ज्यादा महंगा हो गया है, पहले से कई गुना ज्यादा कीमतें बढ़ गई है. तो हम सबका दायित्व है पेट्रोल डीजल बचाकर हमें वो मुद्रा भी बचानी है. വിനീത വിജയുടെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, ഇത്രകാലവും നമുക്ക് ഇന്ധനത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്, നമുക്കൊരു ആശങ്കയും വേണ്ട എന്നായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി സ്വയം നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ഒരു നിർദ്ദേശമോ ഒരു ആഹ്വാനമായി കരുതാമെങ്കിലും ഭാവിയിൽ ഈ നില തുടർന്നാൽ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്നതിന്റെ ഒരു സൂചനയാണോ ഇത്? നിലവിലെ സാഹചര്യങ്ങളിൽ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആവശ്യത്തിലധികം സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലേക്കുള്ള ചില നിയന്ത്രണങ്ങൾ വേണമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. അത് അദ്ദേഹം പറയുന്നത് കർണാടകയിലെ ഒരു പൊതുപരിപാടിക്കിടെയാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് ഇത്തരമൊരു കാര്യം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു മുൻകരുതൽ എന്ന നടപടി എന്ന രീതിയിലായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം അത്തരത്തിലേക്കൊരു ആഹ്വാനം നടത്തിയിട്ടുണ്ടാവുക. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി ഇങ്ങനെ പറയാനിടയാക്കിയത് ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലേക്കുള്ള ചില നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോവിഡ് കാലത്തിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണം, ഇതിനായി വർക്ക് ഫ്രം ഹോം പോലുള്ള രീതികൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് കർണാടകയിലെ ഒരു പൊതുപരിപാടിക്കിടെ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിവാഹത്തിനും അവധിക്കാലത്തിനുമൊക്കെയായി വിദേശയാത്രകൾ നടത്തുന്നതിന് പകരം അത് രാജ്യത്തെ തന്നെ വിനോദസഞ്ചാര ഇടങ്ങളിലേക്ക് ഒരു യാത്ര പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നമ്മൾ യാത്ര പോകാൻ ശ്രമിക്കുന്നത് അത് രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൂഗിൾ വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും നമ്മുടെ ഇറക്കുമതി ബിൽ കുറയ്ക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് പ്രധാനമായും സ്വർണം വാങ്ങരുതെന്നൊക്കെയുള്ള നിർദ്ദേശം. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി വരുന്ന ഇന്ധനവും സ്വർണവുമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ സ്വയം ഒരു നിയന്ത്രണം വേണമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത്. കാരണം LPGയുടെ കാര്യത്തിൽ നമ്മുടെ റിസർവ് കരുതൽ ശേഖരം വളരെ കുറവാണ്. അത്രമാത്രം ശേഖരത്തിനുള്ള സാധ്യത ഇന്ത്യയില്ല. മറ്റു രാജ്യങ്ങൾ നേരത്തെ തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്ന കാര്യം നമുക്കറിയാം. എന്തായാലും ഇതൊരു നിർദ്ദേശത്തിലുപരി അത് അങ്ങനെ ആയിരിക്കണം, നിയന്ത്രണത്തിലേക്ക് പോകുമോ എന്ന് നമുക്ക് നോക്കി കാണേണ്ടി. കമന്റ് ബോക്സിൽ ഒരു പ്രേക്ഷകന്റെ മറുപടി ഉണ്ട്, നേതാക്കൾ ആദ്യം യാത്രകൾ കുറയ്ക്കണം. പ്രധാനമന്ത്രി അടുത്ത ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോകാനിരിക്കുകയാണ്, ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ സന്ദർശനത്തിന് പോകാനൊക്കെ ഇരിക്കുകയാണ്. ഒരുപക്ഷെ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ധന ലഭ്യതയ്ക്ക് ഉറപ്പാക്കാനായിരിക്കാം ആ യാത്രകൾ. പക്ഷേ നേതാക്കളും ഒഴിവാക്കാനാവുന്ന യാത്രകൾ ഒഴിവാക്കട്ടെ അല്ലേ? അതെ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ വേനൽ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി ചേരുന്നത്. അജ്മൽ, വെരി ഗുഡ് മോർണിംഗ്. ഒരു ചക്രവാത ചുഴി, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗോകുൽ. സംസ്ഥാനത്ത് വേനൽ മഴ ലഭിച്ചു തുടങ്ങിയതിന് പിന്നാലെ മഴ കൂടുതൽ ശക്തമാകുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം 14-ാം തീയതി വരെ, ചൊവ്വാഴ്ച വരെ ഈ സംസ്ഥാനത്ത് വേനൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ശക്തമായ ഇടിമിന്നലും അതോടൊപ്പം തന്നെ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പം നിലവിൽ ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെ പത്തനംതിട്ട,
എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതുകൂടാതെ നിലവിൽ മഞ്ഞ ജാഗ്രത യെല്ലോ അലർട്ട് ഇല്ല എങ്കിലും ഈ അടുത്ത 3 മണിക്കൂറിൽ ഈ എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുകൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ അടുത്ത 24 മണിക്കൂറിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 4 ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നത്. ഇതിനോടൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ കാലാവസ്ഥ മാറുകയും ഈ വേനൽ മഴയൊക്കെ തുടങ്ങുകയും ചെയ്തതിന് പിന്നാലെ ധാരാളം ഇടിമിന്നലുകൾ ഏറ്റുള്ള മിന്നലേൽക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പലയിടങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. തുറസായ സ്ഥലങ്ങളിൽ മിന്നൽ അടിക്കുന്ന സമയങ്ങളിൽ നിൽക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിടുകയും അതിൻ്റെ അരികിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും അതോടൊപ്പം ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ മിന്നൽ ഏൽക്കാതെ ഇരിക്കാൻ അവയുടെയൊക്കെ വൈദ്യുതി ബന്ധം അവ മിന്നലേൽക്കുന്ന സമയത്ത് വിച്ഛേദിക്കണമെന്നടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന ഗോകുൽ. ശരി, അജ്മൽ ദിറാറാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ലൈംഗികാതിക്രമ കേസിലെ പ്രതിയായ എറണാകുളം എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ASI മുജീബ് റഹ്മാനായി അന്വേഷണം ഊർജിതം. പ്രതി ഒളിവിലെന്ന് പോലീസ്. ലഹരിക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഡോക്ടറോട് കൈക്കൂലി ആവശ്യപ്പെട്ടതിനും ലഹരിക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചെന്നുമാണ് കേസ്. എച്ച് മുജീബ് റഹ്മാനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കോഴിക്കോട് പെരുവയൽ കൊണാറമ്പിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ മാത്രം താമസിക്കുന്ന ക്വാർട്ടേഴ്സിനുള്ളിൽ തെരുവ് നായ്ക്കൾ കയറി. പ്രദേശവാസികളെത്തി നായ്ക്കളെ തുരത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതോടെ മാവൂർ ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തി ക്വാർട്ടേഴ്സിന്റെ മുറിക്കുള്ളിൽ കുടുങ്ങിയ ജീവനക്കാരെ പുറത്തെത്തിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. അങ്ങനെ തെരുവുനായകളും ഫയർഫോഴ്സുകാർക്ക് പണി കൊടുക്കുകയാണല്ലേ. കടൽമാർഗമുള്ള ജീവനുള്ള ആടുമാടുകളുടെ കയറ്റുമതി ഓസ്ട്രേലിയൻ സർക്കാർ നിരോധിച്ചതോടെ വ്യവസായ രംഗത്ത് പ്രതിസന്ധി. പ്രധാനമായും പശ്ചിമേഷ്യയിലേക്കായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നും ആടുമാടുകളെ കയറ്റി അയച്ചിരുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധികൾ നേരിടുന്ന വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കമ്പിളി കർഷകർക്ക് വൻ തിരിച്ചടിയായി എൽഡേഴ്സ് വൂൾ കമ്പനിയുടെ വ്യവസായ രംഗത്തു നിന്നുള്ള പിന്മാറ്റം. 100-ലധികം വർഷമായി വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കമ്പിളി വിപണിയിൽ സജീവ സാന്നിധ്യമായിരുന്ന എൽഡേഴ്സ് ലിമിറ്റഡ് ഈ രംഗത്ത് നിന്ന് പിന്മാറുന്നു. 2027 ജൂലൈ മുതൽ സംസ്ഥാനത്തെ കമ്പിളി വ്യാപാര പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുമെന്ന് കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതോടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പിളി ഇനി മുതൽ മെൽബണിലെ കേന്ദ്രത്തിലായിരിക്കും കൈകാര്യം ചെയ്യുക. ഫെഡറൽ സർക്കാർ ഏർപ്പെടുത്തിയ കടൽമാർഗമുള്ള ജീവനുള്ള ആടുകളുടെ കയറ്റുമതി നിരോധനമാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് കമ്പനിയെ നയിച്ചത്. ഈ നിരോധനം സംസ്ഥാനത്തെ വൂൾ വ്യവസായത്തിനും ഉൽപ്പാദന മേഖലയ്ക്കും വൻ തിരിച്ചടിയായിരിക്കുകയാണ്. കമ്പിളി ഉൽപ്പാദനത്തെ മാത്രമല്ല അനുബന്ധ വ്യവസായങ്ങളെ ഈ തീരുമാനം ദോഷകരമായി ബാധിക്കും. ചെമ്മരിയാടുകളുടെ ചർമ്മത്തിൽ നിന്നുള്ള സ്രവം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്കിൻ കെയർ ക്രീമുകൾ, ലിപ് ബാമുകൾ തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന വൂൾ ഹാൻഡ്ലിംഗ് സംവിധാനങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ച് കർഷകർക്കിടയിൽ ഇപ്പോൾ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു വിപണി സംവിധാനം ഇല്ലാതാകുന്നതോടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ വൂൾ വ്യവസായത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പെനീന മാത്യു, 24 ഓസ്ട്രേലിയ. ഹജ്ജ് തീർത്ഥാടകർക്ക് കടുത്ത ഉഷ്ണതരംഗ ജാഗ്രതാ നിർദ്ദേശവുമായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. തീവ്രമായ ചൂട് കണക്കിലെടുത്ത് ആരോഗ്യ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇതോടൊപ്പം ഹീറ്റ് സ്ട്രോക്ക് ഒഴിവാക്കാൻ പാലിക്കേണ്ട പ്രധാന മാർഗങ്ങളും മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട്. പുണ്യഭൂമിയിൽ ഹജ്ജ് കർമ്മങ്ങൾക്കായി എത്തിയ തീർത്ഥാടകർ ചൂടിനെ പ്രതിരോധിക്കാൻ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം നിർദ്ദേശിച്ചു. ചൂടിനെ പ്രതിരോധിക്കാൻ 5 പ്രധാന നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ദാഹമില്ലെങ്കിലും തീർത്ഥാടകർ ഇടയ്ക്കിടെ ധാരാളം വെള്ളം കുടിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ്. നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ഇളം നിറത്തിലുള്ള കുടകൾ കരുതണമെന്നും നിർദ്ദേശമുണ്ട്.
കർമ്മങ്ങൾക്കിടയിൽ ശരീരത്തിന് കൃത്യമായ വിശ്രമം ഉറപ്പാക്കണം. കഠിനമായ വെയിലുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കി സുരക്ഷിതമായ ഇടങ്ങളിൽ കഴിയാൻ ഹാജിമാർ ശ്രദ്ധിക്കണം. ശാരീരിക അസ്വസ്ഥതകളോ അമിത ക്ഷീണമോ തോന്നിയാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടണം. ഓരോ ഹാജിയുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മന്ത്രാലയം പുറപ്പെടുവിച്ച ഈ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. 24 ജിദ്ദ. സ്പൈനൽ മസ്കുലർ എട്രോഫി രോഗത്തിന്റെ അവശതകൾക്കിടയിലും തന്റെ കഴിവുകൾ തെളിയിക്കുകയാണ് കോഴിക്കോട് പേരാമ്പ്രക്കാരി ഷഹന ഫാത്തിമ. എന്റെ എഴുത്തുകൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ച ഷഹന ഫാത്തിമയ്ക്ക് സിവിൽ സർവീസ് നേടാനാണ് ആഗ്രഹം. SMA രോഗത്തിന്റെ അവശതകൾക്കിടയിലും തന്റെ കഴിവുകൾ തെളിയിക്കുകയാണ് കൂത്താളി VHSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഫന ഫാത്തിമ. കുട്ടിക്കാലം മുതൽ ചെറുകഥകൾ എഴുതുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നതിൽ ഏറെ താല്പര്യമുള്ള ഷഫ്ന തന്റെ സഹോദരങ്ങളുടെയും രക്ഷിതാക്കളുടെയും നിരവധി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ശാരീരിക പരിമിതികൾക്കിടയിലും എന്റെ എഴുത്തുകൾ എന്ന പേരിൽ പുസ്തകവും പ്രസിദ്ധീകരിച്ചു. ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കാൻ ഉദ്ദേശിക്കുന്ന ഷഫ്നയ്ക്ക് സിവിൽ സർവീസ് നേടണമെന്നാണ് ആഗ്രഹം. എൻ്റെ ഹോബി എന്ന് വെച്ചാൽ വായനയും എഴുത്തൊക്കെയാണ്. എൻ്റെ അംബീഷൻ ഒരു IAS ഓഫീസർ ആകണമെന്നാണ്. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എൻ്റെ എഴുത്തുകൾ എന്നാണ് അതിൻ്റെ പേരത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എഴുതുമ്പോൾ ഒരുപാട് ആളുകളുടെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഓരോന്ന് എഴുതാൻ കഴിയുന്നതും ഒക്കെ. പരിമിതികൾ അവസരമാക്കി ഷഫ്ന ഫാത്തിമ വീണ്ടും വരയ്ക്കുകയും എഴുതുകയുമാണ് തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി. മഹമ്മദിയോർ നാമേനേദ ദേശുന്ദാദേ താജ മശഹൂറ പോരുൾ ദേശം ബീഷും കസൂറ. 24 കോഴിക്കോട്. ഒരു നിസ്സഹായതയുടെ ദൈന്യത മുഴുവൻ പേർന്നൊരു വാർത്ത ഇന്നത്തെ ദിവസം വരികയാണ്. കോട്ടയം മാങ്ങാനത്ത് അമ്മയുടെ മൃതദേഹത്തിന് 3 ദിവസമായി കാവലിരുന്ന മാനസിക അസ്വാസ്ഥ്യമുള്ള മകൻ. കൊല്ലംപറമ്പിൽ ഭാനുമതി 3 ദിവസം മുമ്പാണ് മരിച്ചത്. മകൻ പ്രവീണാണ് മൃതദേഹത്തിന് കാവലിരുന്നത്. വിവരങ്ങളുമായി ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത്. ടോബി, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഏറെ വിഷമമാണ്. കാരണം അങ്ങനെ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു മകൻ ആകപ്പാടെ ഒരു ആശ്രയമായി കണ്ടിരുന്നത് ആ അമ്മയായിരിക്കും. മാതൃദിനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് കാവലിരിക്കുകയാണ്, ഉണരും എന്ന പ്രതീക്ഷയിൽ. ഇനിയിപ്പോൾ ആ കുട്ടിയെ ഈ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബന്ധുക്കളുണ്ടോ? വിവരങ്ങൾ. തീർച്ചയായിട്ടും ക്രിസ്റ്റീന ഗോകുൽ, ഇന്നലെ രാത്രിയോടെ മാതൃദിനത്തിൽ തന്നെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും, ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ദുർഗന്ധം വരുന്നത് ശ്രദ്ധിച്ച ചില ആളുകളാണ് പോലീസിനോട് ഇക്കാര്യം പറഞ്ഞത്. തുടർന്ന് പോലീസ് എത്തിയാണ് ഈ വാതിൽ തുറന്ന് അകത്ത് കയറിയത്. അപ്പോഴാണ് ഈ മകൻ, ഈ മൃതദേഹം നിലത്ത് കിടക്കുന്നത്, അമ്മയുടെ മൃതദേഹം ഈ വാതിലിനോട് ചേർന്ന് കിടക്കുന്നതായി കണ്ടത്. തുടർന്ന് മകനും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. 4 ദിവസമായി മരണം സംഭവിച്ചിട്ട് എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. 4 ദിവസവും ഈ മകൻ ഇവിടെ തന്നെ കാവലിരിക്കുകയായിരുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഭാനുമതി ഒരു കോടതിയിൽ ഒരു ഉദ്യോഗസ്ഥയായി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതിനുശേഷം റിട്ടയർമെന്റ് ലൈഫിന് ശേഷം മകനൊപ്പം താമസിക്കുകയായിരുന്നു. മകനും 40 വയസ്സോളം ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും ബന്ധുക്കളുമായോ അല്ലെങ്കിൽ പുറത്തുള്ളവരുമായോ അധികം ബന്ധം പുലർത്തിയിരുന്നില്ല എന്നുള്ളൊരു വിവരം കൂടി നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കോട്ടയം ഈസ്റ്റ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന ഗോകുൽ. ആ മകന്റെ ഭാവിയെക്കുറിച്ചുള്ള ആധിയിലും ആശങ്കയിലും ഒക്കെ ആയിരുന്നിരിക്കും ആ അമ്മയും. അപ്പോൾ ആ അവസാന ശ്വാസവും അമ്മയുടെ ആശങ്കയിലായിരിക്കാം ചിലപ്പോൾ അവസാനിച്ചിരിക്കുന്നത്.
തീർച്ചയായും കൃഷ്ണൻ, ഈ ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾ, ഡിഫറെന്റ് ലേബിളായ കുട്ടികൾ, ഇവരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി സ്ഥിരം സംവിധാനങ്ങൾ, അവരുടെ ഈ ആശ്രയമായ ആളുകൾ, അവരെ സംരക്ഷിക്കുന്ന ആളുകളുടെ ശേഷം, അവരുടെ കാലശേഷം എന്താകും അവരുടെ ജീവിതം എന്നുള്ളത് വലിയ ആശങ്കയാണ് ഒരുപാട് മനുഷ്യർക്ക്. സർക്കാർ പദ്ധതികളൊന്നുമില്ല എന്നതും വലിയ ചർച്ചയായിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിലും. അതെ, നിരവധി മാതാപിതാക്കൾ അങ്ങനെയുണ്ട്. പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞ ഒരു 13-14 വയസ്സ് കഴിയുമ്പോൾ സർക്കാർ സംവിധാനത്തിലേക്ക് അവരെ മാറ്റി മാതാപിതാക്കളുമായി അവരെ ബന്ധിപ്പിച്ച് നിർത്തുകയും അവരുടെ മരണശേഷം സർക്കാർ പൂർണ്ണമായും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അത്തരം കാര്യങ്ങളിൽ അത്രയും ഒരു ഇൻക്ലൂസിവിറ്റി കൂടെ നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം ചോറ്റാനിക്കരയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവറെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ. വിഷ്ണു, സാരമായ പരിക്കുണ്ടോ ഈ ഓട്ടോ ഡ്രൈവർക്ക്? ഗൂഗിള് സാരമായ പരിക്കുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. കാറും അതോടൊപ്പം ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഓട്ടോറിക്ഷക്കകത്തേക്ക് ഇയാൾ ഈ ഡ്രൈവർ പെട്ടുപോയ ഏറ്റവും അവസാനം അത് മുറിച്ചാണ് പുറത്തെടുത്തതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആരാണ് അപകടത്തിൽപ്പെട്ടത് എന്നതിന്റെ വിവരം പോലീസിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്കാണ് ഇയാളെ മാറ്റിയിട്ടുള്ളത്. അപകട കാരണവുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തുമെന്ന് ചോറ്റാനിക്കര പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഗൂഗിൾ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നമ്മൾ പോകുന്ന കോഴിക്കോടേക്കാണ്. അവിടെ കണ്ണാടിക്കലിൽ ചപ്പാത്തി കമ്പനിയിലെ ഓപ്പൺ കിച്ചണിൽ തീപിടുത്തമെന്ന വാർത്തയാണ് വരുന്നത്. അടുപ്പിന് സമീപം സൂക്ഷിച്ചിരുന്ന വിറകുകൾക്കും ചിരട്ടകൾക്കും തീപിടിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. അജി കുഞ്ഞുമോൻ ചേരുന്നു വിവരങ്ങളുമായി. അജി, നാശനഷ്ടങ്ങളുണ്ടോ? ആർക്കെങ്കിലും പരിക്കുണ്ടോ? ആർക്കും പരിക്കില്ല ഗൂഗിൾ. ഇന്ന് രാവിലെയാണ് ഈ കണ്ണാടിക്കലിലെ പറമ്പിൽക്കടവ് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ ചപ്പാത്തി കമ്പനിക്ക് തീപിടുത്തമുണ്ടായത്. ഓപ്പൺ കിച്ചൺ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെയാണ് തീപിടുത്തമുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഫയർഫോഴ്സ് പറയുന്നത് അടുപ്പിന് സമീപം സൂക്ഷിച്ചിരുന്ന വിറകൾക്കും ചിരട്ടകൾക്കും തീ പിടിക്കുകയായിരുന്നു. അതിന് സമീപത്തൊക്കെ LPG സിലിണ്ടറൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഫയർഫോഴ്സിൻ്റെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നുകൊണ്ടാണ് അതെല്ലാം പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ കഴിഞ്ഞത്. വലിയൊരു തീപിടുത്തം ഫയർഫോഴ്സിൻ്റെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് അണയ്ക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. വെള്ളിമാട് കുന്നിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ാണ് ഇവിടെ തീ അണച്ചത്. ക്രിസ്റ്റീന, ഗൂഗിൾ. ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. നാശനഷ്ടം മാത്രമുള്ള ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കശുവണ്ടിക്കൊപ്പം കശുമാങ്ങകളും വരുമാനദായകമായി ഉപയോഗപ്പെടുത്താമെന്ന് തെളിയിക്കുകയാണ് കാസർഗോഡ് അതിർത്തി മേഖലകളിലെ കർഷക കൂട്ടായ്മകൾ. ദീർഘകാല ഉപയോഗത്തിന് കശുമാങ്ങ പൾപ്പ് ശേഖരിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. കശുമാങ്ങകൾ കൊണ്ട് എന്ത് കാര്യം? കശുവണ്ടി വിറ്റാലല്ലേ കാശ് കിട്ടൂ? ഇങ്ങനെ ചോദിക്കുന്നവരോട് ബജിയെടുക്ക ഏത്തടുക്കയിലെ ഗണപതി ഭട്ട് പറയും കശുമാങ്ങ കൊണ്ടും കാര്യമുണ്ടെന്ന്. വൃത്തിയോടെ സംസ്കരിച്ചെടുത്താൽ കിട്ടുന്ന പൾപ്പ് മികച്ച വരുമാനദായകമാണെന്ന്. സീസണൽ വിളയായ കശുമാങ്ങകൾ ശേഖരിച്ചു വെക്കുന്നതിലെ പ്രതിസന്ധിക്ക് പരിഹാരമായി അതിൻ്റെ പൾപ്പെടുത്ത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. അതുപയോഗിച്ച് ജ്യൂസ്, സ്ക്വാഷ്, ഐസ്ക്രീം തുടങ്ങിയവ ഏതു സമയത്തും നിർമ്മിക്കാം. ഞാനൊരു 8-10 വർഷമായി കശുമാവ് കൃഷി ചെയ്യുന്നു. അടുത്ത വർഷം ഞാൻ ഇതിനെ ജ്യൂസാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് വിൽപ്പനയ്ക്ക് ഞാൻ വിടുന്നു. ഞാൻ അതിനെ സ്റ്റഡി ചെയ്തിക്കൊണ്ടുണ്ട്. 600 റുപ്യൻ്റെ കശുമാവ് കിട്ടുമ്പോൾ ഇതിൽ എനിക്ക് 1000 റുപ്യ ആക്കാം. ഞാനതിനെ അളന്നിട്ട് നോക്കി. അത്ര ഉറപ്പ് എനിക്കുണ്ട്. തൻ്റെ പറമ്പിൽ നിന്നും ശേഖരിച്ച കശുമാങ്ങകൾ മുഴുവൻ ഗണപതി ഭട്ട് ഇങ്ങനെ പൾപ്പുകളാക്കിയും പാനീയമാക്കിയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് സൗജന്യമായി പാനീയം നൽകുന്നുമുണ്ട്. അവരൊക്കെ മികച്ച അഭിപ്രായം പങ്കുവച്ചതോടെ ജ്യൂസ് നിർമ്മാണം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. ഇപ്പോൾ വീട്ടിലെത്തുന്നവരെയും ജ്യൂസ് നൽകിയാണ് സ്വീകരിക്കുന്നത്. നിലവിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ പുത്തൂർ, സുള്യ എന്നിവിടങ്ങളിൽ കർഷകർ സംരംഭമായി കശുമാങ്ങ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നുണ്ട്. നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന കശുമാങ്ങകൾ വലിച്ചെറിയുന്നവരാണ് ഏറെയും. എന്നാൽ അതിനെ കൃത്യമായി സംസ്കരിച്ചെടുത്ത് ശീതളപാനീയമാക്കി മാറ്റിയാൽ അതിൻ്റെ വിപണി സാധ്യത ഏറെയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഗണപതി ഭട്ട്. ഏത്തടുക്കയിൽ നിന്നും പ്രദീപ് നാരായണൻ, 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. 4 മാസമായി സ്റ്റൈപ്പൻഡ് വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധത്തിനൊരുങ്ങി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടേഴ്സിന്റെ സംഘടന. ഇന്ന് മെഡിക്കൽ കോളേജിൽ സൂചനാ സമരം സംഘടിപ്പിക്കും. നിരവധി തവണ ചർച്ച നടത്തിയിട്ടും പ്രശ്നപരിഹാരമില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘ്ന, വെരി ഗുഡ് മോർണിംഗ്. ഇനി ഈ മട്ടിൽ പോവുകയാണെങ്കിൽ എലക്റ്റീവായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്യില്ല എന്ന് തന്നെയല്ലേ ഡോക്ടേഴ്സ് പറയുന്നത്?
ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. അങ്ങനെ തന്നെയാണ് PG ഡോക്ടർമാരുടെ സംഘടനയായിട്ടുള്ള കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ പറയുന്നത്. അതിൽ അവരുടെ പരാതിയായി വരുന്നത് 4 മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ ജോലി ചെയ്യുന്നതിന്റെ സ്റ്റൈപ്പൻഡ് വിതരണം മുടങ്ങിയിട്ടുണ്ട്. അത് നിരവധി തവണ ചർച്ച ചെയ്തെങ്കിലും അതിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മെഡിക്കൽ കോളേജിൽ രാവിലെ 10 മണിക്ക് ഒരു സൂചനാ പ്രതിഷേധം നടത്താനാണ് തീരുമാനം. അതിനുശേഷം ഇനിയും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ, ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ഇലക്ടീവ് ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കാനാണ് തീരുമാനമായിട്ടുള്ളത്. ശരി, മെഡിക്കൽ കോളേജിൽ എത്രത്തോളം ഈ PG ഡോക്ടേഴ്സ് നിറയാമെന്ന് നമുക്കറിയാം. അവർ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കട്ടെ, പരിഹരിക്കട്ടെ പ്രശ്നങ്ങൾ. ഇതോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.